പാഠം 5 മക്കാബിയ കാലഘട്ടം. മക്കാബിയരെ കുറിച്ച് മനസ്സിലാക്കുക. യഹൂദന്മാർ അനുഭവിച്ച പീഡനങ്ങളെക്കുറിച്ച് അറിയുക. യഹൂദ മതവിശ്വാസ സംരക്ഷണത്തിൽ മക്കാബിയയുടെ സ്ഥാനം മനസ്സിലാക്കുക. മക്കാബിയ പുസ്തകത്തെപ്പറ്റി മനസ്സിലാക്കുക. സഭയുടെ വിശ്വാസ പാരമ്പര്യങ്ങളിൽ അടിയുറച്ചു നിൽക്കുക. ഇതെല്ലാം ചെയ്യേണ്ടത് നമ്മുടെ കർത്തവ്യബോധമാണ്. യെരുശലേമിന്റെ മതിൽ പ്രതിഷ്ഠിച്ച സമയം അവർ സ്തോത്രങ്ങളോടും സംഗീതങ്ങളോടും കൈത്താളങ്ങളോടും വീണകളോടും കിന്നരങ്ങളോടും സന്തോഷപൂർവ്വം പ്രതിഷ്ഠ ആചരിക്കുവാൻ ലേവ്യരെ അവരുടെ സർവ്വവാസ സ്ഥലങ്ങളിലും യെരുശലേമിലേക്ക് അന്വേഷിച്ചു വരുത്തി. ഇത് നെഹമ്യാവ് എഴുതിയ അധ്യായത്തിൽ 12-ാം അധ്യായം 27-ാം വാക്യമാണ്. വേദചരിത്രത്തിൽ സ്വാധീനം ചെലുത്തിയ യവന സംസ്കാരത്തെക്കുറിച്ച് മുമ്പാധിപത്യത്തിൽ നമ്മൾ കേട്ടുവല്ലോ. യവനാധിപത്യത്തിന്റെ അസഹനീയ സാഹചര്യങ്ങളെക്കുറിച്ചും ജീവനും സ്വതവും സംസ്കാരവും വിശ്വാസവും ആചാരങ്ങളും നിലനിർത്തുവാൻ യത്നിച്ച യഹൂദന്മാരുടെ ചെറുത്തുനിൽപ്പിന്റെ കാലഘട്ടമാണ് മക്കാബിയ കാലഘട്ടം എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിലെ പ്രത്യേകതകളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അലക്സാണ്ടർ ചക്രവർത്തിയുടെ കാലഘട്ടത്തെ തുടർന്ന്, അതായത് 320 BC, ഗ്രീക്ക് സാമ്രാജ്യം വിഭജിക്കപ്പെട്ട് ഈജിപ്ത് ടോളമിമാരുടെയും ബാബിലോൺ, സിറിയ, ഏഷ്യ മൈനർ എന്നീ പ്രവിശ്യകൾ സെലൂക്യന്മാരുടെ ഭരണാധിപത്യത്തിലും വരികയുണ്ടായി. അലക്സാണ്ടറുടെ പിൻഗാമികളുടെ കാലത്ത് യവന സംസ്കാരം കുറെ കൂടി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയുണ്ടായി. അതിൽ കുപ്രസിദ്ധനായിരുന്നു സിറിയൻ ഭരണാധികാരിയായ അന്തോക്കിയസ് എപ്പിഫാനസ്. അന്തോക്കിയസിന്റെ ഭരണകാലം. സാമ്രാജ്യ സൃഷ്ടിയിലും സംസ്കാര അധിനിവേശത്തിലും തൽപരനായിരുന്നു അന്തോക്കിയസ് എപ്പിഫാനസ്. പലസ്തീന്റെ മേൽ അധികാരം ഉറപ്പിക്കുന്നതോടെ അന്തോക്കിയസ് പട നയിച്ചു. സമാന താല്പര്യക്കാരായ മിസ്രൈമിനോട് യുദ്ധം ജയിച്ച് യഹൂദയമേൽ ആധിപത്യം അദ്ദേഹം ഉറപ്പിച്ചു. സിറിയയും പലസ്തീനും ഈജിപ്തും സംയോജിപ്പിച്ച് ഏകീകൃത ഭരണമാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഒരു സംസ്കാരക്കാരെ ഒരു കുടക്കീഴിൽ ഒരുമിപ്പിച്ച് ഭരണം സുഗമമാക്കാനുള്ള ശ്രമത്തിനിടയിൽ യഹൂദന്മാരുടെ സംസ്കാര തനിമ, ഭാഷാ താല്പര്യം, മതാചാരങ്ങളുള്ള കാർക്കശ്യം, നിയമങ്ങൾ എന്നിവ എന്റെ ഏകീകരണ ഭരണലക്ഷ്യത്തിന് വിഘാതമാക്കുകയും എന്ന് കണ്ട അന്തോക്കിയസ് എപ്പിഫാനസ് അവർക്കെതിരെ മർദ്ദന രീതികൾ അവലംബിച്ചു വന്നു. ഗ്രീക്ക് ദേവനായ സിയൂസിന് അവതാരമായി സ്വയം പ്രഖ്യാപിക്കുകയും യെരുശലേം ദേവാലയം പിടിച്ചെടുത്ത് സിയൂസിന്റെ ആലയമാക്കുകയും തദനുസാരിയായ യാഗങ്ങൾ അവിടെ നിർവഹിക്കുകയും ചെയ്തു. അങ്ങനെ യഹൂദന്മാർക്ക് നിഷിദ്ധമായ മൃഗത്തെ, അതായത് പന്നി, അവിടെ യാഗം കഴിക്കുക, മഹാപുരോഹിതന്മാരെ തത്വദീക്ഷയില്ലാതെ നീക്കുകയും നിയോഗിക്കുകയും ചെയ്യുക, രാജ്യത്തുടനീളം വിഗ്രഹാരാധന പ്രചരിപ്പിക്കുക എന്നിവ അദ്ദേഹം നേരിട്ട് നടപ്പാക്കി. മോശൈക ന്യായപ്രമാണത്തിന്റെ ആചരണം, ശബത്ത് പരിച്ഛേദന എന്നിവയുടെ ആചരണത്തിന് വിലക്കേർപ്പെടുത്തുക മുതലായവ തീവ്ര മതദംശക പ്രവർത്തനങ്ങളും അദ്ദേഹം ഇടയാക്കി. ഇതിനെ തുടർന്ന് യഹൂദർ ഗ്രീക്ക് ആധിപത്യത്തോടും മതദംശക പ്രവർത്തനത്തോടും വ്യത്യസ്തങ്ങളായ പ്രതിനിധികളാണ് യഹൂദ സമൂഹത്തിൽ നിന്ന് ഉയർന്നത്. കുറെ പേർ രാജശിക്ഷയുടെയും പ്രലോഭങ്ങളുടെയും മുഖത്ത് മോശൈക മാർഗത്തെ ഉപേക്ഷിച്ചു. മറ്റു ചിലർ വനാന്തരങ്ങളിലേക്ക് ഉൾവലിഞ്ഞ് രഹസ്യത്തിൽ തങ്ങളുടെ നിഷ്ഠകളിൽ ജീവിതം തുടർന്നു. വീറുള്ള യഹൂദ വിശ്വാസികളിൽ ചിലർ അസീദീം എന്ന ഭക്തസമൂഹമായി നിലകൊണ്ടു. മറ്റു ചിലർ തങ്ങളുടെ വിശ്വാസ ജീവിതത്തെ പ്രതിരോധിക്കുക മാത്രമല്ല, ഒളിയുദ്ധത്തിലൂടെ പ്രത്യാക്രമണം നടത്തുവാനും മുതിർന്നു. ഇതിൽ അവസാനത്തെ കൂട്ടരെ കുറിച്ച് നമുക്ക് പഠിക്കാം. മക്കാബിയരും യഹൂദ വിശ്വാസ സംരക്ഷണവും. യഹൂദ മതനിന്ദ അഴിച്ചുവിട്ട അന്തോക്കിയസിനോട് എതിരിട്ടവരാണ് മക്കാബിയർ. യഹൂദ പുരോഹിതനായ മത്തത്യാസാണ് ഈ പ്രതിവിപ്ലവത്തിന്റെ ആദ്യം നേതൃത്വം നൽകിയത്. വിജാതീയ ദേവന് ബലി കഴിക്കുവാനും യഹൂദരെ കൊണ്ട് നിർവഹിക്കുവാനും രാജകൽപ്പനയോടെ എത്തിയവരെ അദ്ദേഹം ധൈര്യപൂർവ്വം എതിരിട്ട് വധിച്ച ശേഷം വനാന്തരങ്ങളിലേക്ക് പോയി ഒളിയുദ്ധത്തിന് മത്തത്യാസ് തയ്യാറെടുത്തു. അദ്ദേഹത്തിനൊപ്പം മക്കളായ യൂഹാനോൻ, എലിയാസർ, യോനാഥൻ, ഷീമോൻ എന്നിവരും ചേർത്ത് നിന്നു. അതിൽ മൂത്തവനായ മക്കാബിയസ് എന്ന് മറുപേരുള്ള യൂദ ആണ് മത്തത്യാസിന് ശേഷം യഹൂദ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകിയത്. ന്യായപ്രമാണ കൽപ്പനയുടെ അനുസരണവും ആചരണവും തദനുസൃതമായ ജീവിതവും ക്രമീകരിക്കുവാനാണ് അത് ആദ്യം അവർ യത്നിച്ചത്. പരിച്ഛേദന യാഗവും അവർ നിർവഹിച്ചു. യഹൂദ പ്രദേശം യവനിൽ നിന്ന് സ്വതന്ത്രമാക്കുവാനും യെരുശലേം ദേവാലയം വീണ്ടെടുത്ത് യഹോവ ആരാധന പുനഃസ്ഥാപിക്കുവാനുമാണ് തുടർന്ന് അവർ യത്നിച്ചത്.
അങ്ങനെ BC 165 യെരുശലേം ദേവാലയം ശുദ്ധീകരിച്ച് പുനർപ്രതിഷ്ഠ നടത്തി. അതാണ് പിൽക്കാലത്ത് പ്രതിഷ്ഠാ പെരുന്നാളായി, അതായത് ഹനൂക്ക, ആചരിച്ചു വന്നത്. ഇതെല്ലാം യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ 10-ാം അധ്യായം 22-ാം വാക്യത്തിൽ പ്രസ്താവിക്കുന്നുണ്ട്. മക്കാബിയുടെ ചെറുത്തുനിൽപ്പിൽ യെരുശലേം ദേവാലയവും യഹൂദയും ശമര്യരും ഒക്കെ തന്നെ യഹോവയിലേക്കും ന്യായപ്രമാണ ആചരണങ്ങളിലേക്കും തിരിച്ചു വരുന്നതിനിടയാക്കിയിട്ടുണ്ട്. ഏകദേശം 1 നൂറ്റാണ്ട് ഈ ചെറുത്തുനിൽപ്പ് വിജയകരമായി നിലനിന്നതായി കരുതാം. മക്കാബിയ സഹോദരങ്ങളിൽ ഇളയവനായ ഹിർഖാനസ് BC 103 വീരചരമം പ്രാപിക്കുന്നവരെ ഈ ചെറുത്തുനിൽപ്പ് തുടരുന്നതിന് സാധിച്ചു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മക്കാബിയൻ പുസ്തകത്തെ കുറിച്ചാണ്. യവനാധിപത്യത്തിന്റെ മുഖത്ത് തീക്ഷ്ണതയോടെ യഹോവയിലുള്ള വിശ്വാസവും ന്യായപ്രമാണ ആചരണവും നിലനിർത്തിയ മത്തത്യാസിനെയും മക്കളായ യൂദാ മക്കബിയാസിനെയും സഹോദരങ്ങളുടെയും ജീവിതവും പോരാട്ടവുമാണ് ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം. മത്തത്യാസിന്റെ പുസ്തകം, അതായത് ദ ബുക്ക് ഓഫ് ഹെസ്മോണിയൻസ് എന്നും ഇതിന് പേരുണ്ട്. പുസ്തകത്തിന് 4 ഭാഗങ്ങളുള്ളതായി കണക്കാക്കപ്പെടുന്നു. എങ്കിലും വേദപുസ്തകത്തിന്റെ ലത്തീൻ ഭാഷാന്തരമായ വൾഗേറ്റിന്റെ അംഗീകാരം ലഭിച്ചത് ആദ്യ 2 ഭാഗങ്ങൾ മാത്രമാകിയാൽ അവയ്ക്ക് മാത്രമേ സഭയുടെ അംഗീകാരം ലഭിച്ചിട്ടുള്ളൂ. ഇക്കാലത്ത് പരീശർ, സാദൂക്യർ തുടങ്ങിയ തീവ്ര യഹൂദ സമൂഹങ്ങൾ ഉടലെടുത്തതും തീക്ഷ്ണതയോടെ യഹോവയിലുള്ള വിശ്വാസം അരക്കിട്ടുറപ്പിച്ചതും പ്രലോഭങ്ങളെ എതിർപ്പുകളെയും എതിരിട്ട് തീക്ഷ്ണമായ ദൈവവിശ്വാസം നിലനിർത്തുവാൻ സാധിക്കുന്നില്ല എങ്കിൽ രക്തസാക്ഷി മരണം പ്രാപിക്കുക, ഏകദൈവ വിശ്വാസം വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള കൂട്ടങ്ങളിലും ആയാലും നിലനിർത്തുക എന്നിങ്ങനെയുള്ള വിശ്വാസ വഴികൾ ഉറപ്പിച്ചത് ഈ കാലഘട്ടത്തിലാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. നമുക്ക് വേണ്ടി, അതായത് നമ്മുടെ സഭയ്ക്ക് വേണ്ടി ഏറെ പോരാടിയ വ്യക്തിത്വങ്ങളാണ് മക്കാബിയ കാലഘട്ടത്തിൽ ഉണ്ടായത്. യഹൂദ മത വിശ്വാസ സംരക്ഷണത്തിൽ മക്കാബിയർ വഹിച്ച പങ്ക് ഞങ്ങൾ മനസ്സിലാക്കുന്നു. സഭയുടെ വിശ്വാസം സംരക്ഷിക്കുന്നതിന് എന്ത് ത്യാഗം സഹിച്ചും ഞങ്ങളും പരിശ്രമിക്കും. സഭയുടെ മഹത്തായ വിശ്വാസ സാഹചര്യങ്ങൾ, അനുഷ്ഠാനങ്ങളും പരമ്പരകളും ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു എന്ന് മനസ്സിൽ അരക്കിട്ട് നമ്മളും ഉറപ്പിക്കണമെന്ന് സ്നേഹപൂർവ്വം മനസ്സിലാക്കിക്കൊണ്ട് നന്ദി, നമസ്കാരം.